കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ടാറിംഗ് വർക്ക് ഉടൻ. കാർബൺ ബ്ലാക്ക് ഷീറ്റ് വിരിക്കുന്ന വർക്കുകൾ തുടങ്ങി. ഇനി വാഹനങ്ങൾ ചീറിപ്പായും. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അണ്ടർപാസിൽ ഇവിടുന്ന് കൂരിയാട് പാടത്തെ സെൻറ്റർ വരെയുള്ള വർക്കാണ്. അതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്ന രീതിയിലായിട്ടുണ്ട്. കാർബൺ ഷീറ്റ് അത് വിരിക്കണ വർക്കിലാണ്. അതോടെ ടാറിംഗ് വർക്കിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കൂരിയാട് കക്കാട് മുതൽ കുളപ്പുറം ഓവർപാസ് വരെ പാലത്തിൻ്റെ വർക്ക് അവസാനിക്കുന്ന ആ ഭാഗം വരെയുള്ള എല്ലാ വർക്കും ഒന്ന് കാണിക്കാം. അപ്പോൾ ഒന്ന് കണ്ടു. കക്കാട് കഴിഞ്ഞ് കൂരിയാട് ഭാഗത്തുള്ള കടലിപ്പുഴ പാലം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് കൂരിയാട് അങ്ങാടിൽ അണ്ടർപാസ് വരെ പുതിയതായിട്ട് നിർമ്മിച്ച റോഡിൻ്റെ പണികൾ കഴിഞ്ഞതായിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ റോഡ് തകർന്ന് വീണ്ടും പുതിയ പാലത്തിൻ്റെ വർക്ക് ആരംഭിച്ചത്. അപ്പോൾ ആ ഏരിയ വരെയുള്ള അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ നമ്മൾ കാണുന്നത്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെയും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് അതുപോലെ ട്രാക്ക് ഇട്ട് പോയ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ അണ്ടർപാസിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. അങ്ങനെ നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഇവിടെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ വർക്ക് ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിന് ചാരിയിട്ട് പാലത്തിൻ്റെ ഈ ഭാഗത്ത് കുറച്ചൊരു വിടവുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പാലത്തിൻ്റെ പില്ലർ പണി പൂർത്തീകരിച്ച് പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ട് ഇപ്പോൾ ബ്ലാക്ക് ഷീറ്റ് ആ കാർബൺ ഷീറ്റ് വിരിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണുള്ളത്. അതിൽ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ വരുമ്പോൾ കണ്ട ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ അവിടെ നിർത്തിയിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഭാഗത്ത് നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ സെൻറ്ററിലെ ഈ ബാരിയർ അതുപോലെ താഴേക്കുള്ള സർവീസ് റോഡിൻ്റെ ഭാഗമാണ് കാണുന്നത്. അപ്പോൾ അതല്ലേ ഡിവൈഡർ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞു. രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ കോൺക്രീറ്റ് കഴിഞ്ഞ് ഇവിടെയൊക്കെ ആ ബ്ലാക്ക് ഷീറ്റ് വിരിച്ച് ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട് 3/4% അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കട്ടെ. സെൻറ്ററിലെ ഡിവൈഡറിൻ്റെ കട്ടിയൊക്കെ ആണെങ്കിൽ നല്ല തിക്നെസ്സിൽ നല്ല വീതി വിസ്താരത്തിൽ തന്നെ ഡിവൈഡറിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനിങ്ങനെ ചാരിയിട്ട് പോകട്ടോ. അതുപോലെ ഈ ബാരിയറിൻ്റെ താഴെ തന്നെ വെള്ളം താഴേക്ക് പോകാനുള്ള ഹോള് വലിയതാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ സന്ദർശിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണ കാര്യമാണ്. കാരണം ഒരാൾ ചവിട്ടി അങ്ങോട്ട് പോകണം അത്രയും വലിയൊരു ഹോളാണ് ഇട്ടിട്ടുള്ളത് സ്ക്വയറിൽ. അപ്പോൾ അതിലേക്ക് താഴ്ന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സെൻറ്റർ പിടിച്ചു പോവുക, അതിൻ്റെ പണി പൂർത്തീകരിക്കുക. ഈ ഷീറ്റ് ഇട്ടതുകൊണ്ട് അതിങ്ങനെ കടന്നു പോകുമ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ താഴേക്ക് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകം KNRC അധികൃതർ പറഞ്ഞതാണ് സൈഡിൽ കൂടെ നടന്നു പോകരുത് എന്നുള്ളത്. അങ്ങനെ ഏതായാലും നമ്മൾ നടന്നതാ ഷീറ്റ് വിരിക്കണ ഭാഗത്തെത്തി. ഈ ഏരിയയിലൊക്കെ നിങ്ങൾ ആദ്യം ഒരു പ്രത്യേക ഒരു കെമിക്കൽ ഒരു പശ അടിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഈ ഷീറ്റ് ഇങ്ങനെ വിരിച്ച് ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കൂരിയാട് അണ്ടർപാസ് പാടത്തേശം സെൻറ്ററിനോടടുത്ത് എത്തിയപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ച കേട്ടോ. ഉണ്ടെങ്കിൽ ഇവിടെ ഈ ബാരിയറിന് വൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. സെൻറ്ററത്തെ ഭാഗത്ത് വൈറ്റിൻ്റെ വർക്കുകളുണ്ട്. അതുപോലെ ചില ഏരിയയിലുള്ള കോൺക്രീറ്റ് വർക്കിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ കുറഞ്ഞ ഏരിയയിൽ ഇതുപോലെ കോൺക്രീറ്റ് ഇടാനുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മുന്നോട്ട് ആ ഒരു ഏരിയയിലൊക്കെ അവിടെ വർക്ക് നടക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഈ സെറ്റർ പ്ലേറ്റ് ഈ കോൺക്രീറ്റുള്ള ഷീറ്റൊക്കെ എടുത്ത് മാറ്റുന്ന വർക്കുകളും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഷീറ്റ് ഇടുന്ന ആ ഒരു ഏരിയയിൽ ആ കോൺക്രീറ്റ് ഇട്ട ഭാഗത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് മോട്ടർ വെച്ചിട്ട് നല്ല പവറിൽ അതിൻ്റെ ചളികളൊക്കെ ക്ലീൻ ചെയ്യുന്ന വർക്കുകളും ആ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ കാണിക്കാനുള്ള ഷീറ്റ് ഇരിക്കണമെങ്കിൽ നല്ല അങ്ങോട്ടോട്ട് വലിച്ചു പിടിച്ച് ഒട്ടിക്കണം. അതിൻ്റെ വർക്കാണ്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആ ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗം വരെ അതിൻ്റെ പണികൾ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കാണ്. അവിടെ അതാ കംപ്രസർ പൊടിയൊക്കെ കളയണ വൃത്തിയാക്കണ കംപ്രസറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ കടന്നിട്ടാണ്, അതായത് ഈ സർവീസ് സ്റ്റേഷൻ്റെ കൂരിയാട് വേങ്ങരപാത്ര സർവീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഏരിയ കാണുന്നത്. ഇവിടുന്ന് ആ പാടത്തിൻ്റെ ഏരിയയ്ക്ക് ഈ ഒരു ഭാഗത്തായിരുന്നു ആ റോഡ്. ഇവിടെ നിന്നാണ് നമ്മൾ നിർമ്മാണം കഴിഞ്ഞ് തകർന്ന് വീണ് ആ മണ്ണൊക്കെ പാടത്ത് പൊന്തി വരുന്ന വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കണ്ടിരുന്ന ഏരിയ. ഇപ്പോൾ വേണ്ടില്ലേ ഇവിടെ നിന്ന് അടിപൊളിയായിട്ടോ. പില്ലറിൽ തൂണിൽ പാലത്തിൻ്റെ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കോൺക്രീറ്റ് വർക്കുകളും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഇനി അവസാനഘട്ട ടാറിംഗ് വർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഷീറ്റ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ആ 3 ലൈൻ ഭാഗത്ത് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റിലേക്ക് കടന്ന് ഇവിടെ കൂടെ നടന്നിട്ടോ. ഈ ഭാഗത്തും പറഞ്ഞതുപോലെ തന്നെ ആ ഷീറ്റ് വിരിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഷീറ്റ് വിരിക്കാൻ ആ സൈഡിൽ ഈ കംപ്രസർ ഉപയോഗിച്ച് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി വർക്കാണ്. എല്ലാവിധ
വളരെ ശ്രദ്ധയോടെ പാലത്തിൻ്റെ ഉറപ്പിനു വേണ്ടി അടിപൊളിയായിട്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവസാനഘട്ട കൂരിയാട് പാടത്തെ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ അവർ ക്ലീൻ ചെയ്ത് നോക്കി. അപ്പോൾ ആ കോൺക്രീറ്റ് ഇട്ടത് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ആ ചെളികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പാടില്ല. അതിന് ശേഷം അവിടെ ഈ ബ്ലാക്ക് പശൊക്കെ ആ കെമിക്കലൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ ഷീറ്റ് വിരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയത് ലാസ്റ്റ്, അതായത് പാലത്തിൻ്റെ പാടത്ത് ആദ്യം നമുക്കറിയാം 3 കനാലുകൾ, അതിൻ്റെ മുകളിലൂടെയാണ് അതൊക്കെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞതായിരുന്നു. അതൊക്കെ പൊളിച്ചു അതിൻ്റെ നേരെ ആ ഭാഗത്ത് കനാലിൻ്റെ 2 പില്ലറും കൂടി കൊടുത്ത് അവിടെയും ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കുളപ്പുറം ഭാഗത്തുനിന്ന് പാടത്തിൻ്റെ കാൽ വരെ നിലനിർത്തിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കൂരിയാട് ഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ള ഈ പാലം ആ റോഡിന് ടച്ചാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അവസാനഘട്ട മിനുക്ക് പണിയിലാണ് ആ ഒരു ഏരിയയിലും. അവിടെ നമുക്ക് ക്രെയിന് കാണാം, ജംബോ ക്രെയിന്. അപ്പോൾ അവിടെയൊക്കെ നോക്കി ഈ ഏരിയയിലൊക്കെ ഷീറ്റ് വെച്ചിട്ട് സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നേരെ 2 സൈഡിലെ ക്രാഷ് ബാരിൻ്റെ പണികളൊക്കെ ഇവിടെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഡിവൈഡറിൻ്റെ ഭാഗത്ത് ഷീറ്റുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺക്രീറ്റിൻ്റെ ചില ഷീറ്റുകൾ മാറ്റുന്ന വർക്കും ഈ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ വെള്ളം ഒഴിച്ചത് ഉറപ്പിനും വേണ്ടി വെള്ളം ഒഴിച്ച് തടുത്ത് നിർത്താനുള്ള സിമൻ്റൊക്കെ ഇട്ട് അതിൻ്റെ വർക്കും അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂരിയാട് ആ സെൻറ്റർ നമ്മൾ പാടത്തേക്കുള്ളൊരു കാഴ്ച കൂടിയാണ് കാണുന്നത്. കണ്ടില്ലേ, അവിടുത്തെ റോഡ് സർവീസ് റോഡ് കാണാം. ആ ഒരു ഏരിയയിലുള്ള ക്രെയിന് മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുളപ്പുറം ഏരിയയിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ ലാസ്റ്റ് എൻഡ് ഇവിടെ എത്തിയതാണ്. നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ഒരു കമ്പിയൊക്കെ കാണാം. അവിടെ കമ്പിയൊക്കെ വളച്ച് അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്ത് നമ്മളെ ആദ്യം നിർമ്മിച്ച റോഡിനോട് ടച്ചാക്കിക്കൊണ്ടിരിക്കണ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുളപ്പുറം ഓവർപാസ്. അപ്പോൾ ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പോൾ കക്കാട് കൂരിയാട് കടലിൻ്റെ ഉപ്പേൻ്റെ അവിടെ നിന്ന് കണ്ട് തൊട്ട് കുളപ്പുറം അങ്ങാടിക്ക് ഓവർപാസ് വരെയുള്ള 6 വരിപ്പാതയുടെ വർക്കുകൾ പൂർത്തീകരിച്ചെന്ന് തന്നെ പറയാം. കാരണം വാഹനങ്ങൾ ഇവിടെ വരെ കടന്നു വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ 2 ഭാഗത്ത് 3 ലൈൻ ടാറിംഗ് വർക്കുകൾ മാത്രമാണ് നടക്കുന്നത്. ഈ കാണുന്ന കുറഞ്ഞയിലെ കാർബൺ ഷീറ്റ്, ആ ബ്ലാക്ക് ഷീറ്റ് ഇരിക്കുന്ന വർക്കുകളുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഈ പാലത്തിന് അടിഭാഗം ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ. ഇവിടെ നോക്കി നിങ്ങൾ അടിയിൽ നിന്ന് ഇതിപ്പോൾ കുരി അണ്ടർപാസിൻ്റെ ഭാഗം, അണ്ടർപാസിൻ്റെ ആ ചുമരൊക്കെ പണി കഴിഞ്ഞു. ഇവിടെ ഇല്ലേ പിയർ ക്യാപ്പിൻ്റെ പണി കഴിഞ്ഞു, ഷീറ്റ് വിരിച്ച് കാണാം, ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് ആ മനോഹരമായ പാലത്തിൻ്റെ അടിയത്തെ ആ ഒരു കാഴ്ചകളും കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ കൂരിയാടിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് എല്ലായിക്കണേ ഉള്ള. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.